ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അച്ചാറും കച്ചമ്പറും ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും. അതിനോടൊപ്പം പപ്പടം കാച്ചിയതുണ്ട് കേട്ടോ. എങ്ങനെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കാൻ നോക്കാം. ഇവിടെ 9 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി 20 മിനിറ്റ് വെച്ച ചിക്കനാണിത്. നന്നായി തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഈ ചിക്കനെ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അടുപ്പിലായതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം തീ ഭയങ്കരമായിട്ട് കത്തിച്ചാൽ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ലെവലിൽ വേണം വിറകിട്ട് കത്തിക്കാൻ. അതുപോലെ തന്നെ ചിക്കൻ ഒരുപാടൊന്നും വേവൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മളിവിടെ നെയ്ച്ചോർക്കുള്ള കറി ആയതുകൊണ്ട് ചിക്കൻ കറിയല്ലേ, അപ്പോൾ അത് ഒരുപാട് വേവൊന്നും വേണ്ട, പകുതി വേവ് മതി. ചിക്കന് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ കോരി മാറ്റണം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഒരു പകുതി വേവാകുമ്പോൾ വേണം നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാനായിട്ട്. കാരണം നമ്മുടെ കറിക്ക് എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാട് ഒരുപാട് വെന്താൽ ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ ഒരു 8 വലിയ സവാള അരിഞ്ഞു വെച്ചതാണ്. അതുപോലെ തന്നെ 6 വലിയ തക്കാളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചതച്ചത് ഒരു 8 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഉപ്പ്. ഇത്രയും മസാലകളാണ് നമുക്ക് വേണ്ടത് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ കറിവേപ്പില, മല്ലിയില, കുറച്ച് പുതിനയില ഇത്രയും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഈ സവാള ഇടുന്നത് കേട്ടോ. എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ആ ചിക്കൻ വെന്ത് വന്ന ആ എണ്ണയിൽ ഈ ഉള്ളി കിടന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലുണ്ടാവും നമ്മുടെ കറിക്ക്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് കത്തിക്കാൻ പാടില്ല, കാരണം ആ ഒരു ഇതുള്ളത് കൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചിക്കന് വറുത്ത എണ്ണയിൽ ഇങ്ങനെ ഉള്ളി ഇടുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ കുറച്ച് എണ്ണ ഉള്ളു, അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ടി കിട്ടും. സവാള നന്നായിട്ട് വാടിയാലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. ഒരിക്കലും സവാള അതായത് ഒരുപാട് വേവാണ്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുപ്പ് ഇങ്ങനെ ഒരുപാട് കത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ സവാള കണ്ടോ നന്നായിട്ട് വാടിയപ്പോൾ നമ്മൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടും കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ.
സവാളയും തക്കാളിയും നന്നായിട്ട് വാടിയതിന് ശേഷം ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ അടി പിടിച്ചാൽ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അടുപ്പിലാണ് ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേകം നിങ്ങൾ അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോകരുത്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അടുപ്പത്ത് നിൽക്കാൻ കേട്ടോ. എന്തൊക്കെയാണെങ്കിലും വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന കറികൾക്കും എല്ലാ ഫുഡുകൾക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം എല്ലാത്തിൻ്റെ പച്ചമണം ഒന്ന് വിട്ടിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ മല്ലിയില നമുക്ക് ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. കറിവേപ്പിലയുണ്ട്, മല്ലിയില നമുക്ക് ഇനി ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഗരം മസാല കേട്ടോ, ഫുള്ള് ചേർക്കരുത്. ചിക്കൻ മസാല, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പകുതി വേവയിൽ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചിക്കന് വറുത്ത് ചട്ടിയിലായതുകൊണ്ടാണ് ഇത്രയും ഒരു ചട്ടി ചെറുതായി പോയത്. അതായത് നമ്മൾ മസാലയും ഇത്രയും ചിക്കനും കൂടി ആകുമ്പോൾ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ കറിയാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചിക്കനിലോട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലോട്ട് ഇപ്പോൾ എല്ലാ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് ചിക്കന് മാറ്റി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടുകയും കുറയുകയും ചെയ്യരുത്. നമ്മൾ നെയ്ച്ചോറായതുകൊണ്ട് നമുക്ക് ഒഴിച്ച് കഴിക്കാൻ കറി വേണം അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ ചിക്കനിൻ്റെ അത്രത്തോളം വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയം ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് വേഗം ഒന്ന് കച്ചമ്പറിനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കച്ചമ്പറിന് എടുത്തിരിക്കുന്ന ഒരു 3 സവാളയും ഒരു 3
പച്ചമുളകും 2 തക്കാളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം. നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡിയാവണ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ സെയിം അടുപ്പിൽ തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത്. കറിയാക്കിയിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു 4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയം നമ്മൾ ജീരകശാല അരി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് അതിനെ നമ്മൾ ഊറ്റണ പാത്രത്തിലോട്ടാക്കി വെക്കണം. മല്ലിയിലൊക്കെ എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. കച്ചമ്പറൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ പോകും. അതുകൊണ്ട് ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കച്ചമ്പറ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു ഫ്രഷ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ചോറിനുള്ളത് നോക്കാം. ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ വലിയ ജീരകം, ഗ്രാമ്പു, പട്ട ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് സവാള അതിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരുന്നതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ അരി അളക്കുന്നത് ആ പാത്രത്തിന് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മളിവിടെ ചേർക്കുന്നത്. 4 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ റൈസിന് ഒരു 21 പേര് കഴിക്കാം. ഈ 4 കിലോ ജീരകശാല അരി വെച്ചിട്ട് നമ്മൾ ഈ ചോറുണ്ടാക്കുകയാണെങ്കിൽ. ശേഷം നമുക്കൊരു 8-9 ഏലക്കയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കണേ, തക്കാളിയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. വെള്ളം നന്നായി തിളക്കട്ടെ. എന്നിട്ടാണ് നമ്മളിതിലോട്ട് അരി ചേർത്ത് കൊടുക്കുന്നത്. 20 മിനിറ്റ് കുതിർത്തി വെച്ച അരി നമ്മളിപ്പോൾ കോരി വെച്ചിട്ടുണ്ട്.
തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ അരിനെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമ്മൾക്ക് റൈസ് റെഡിയായതിന് ശേഷം റൈസിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 200 ഗ്രാം നെയ്യ്, ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോറിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ചോറിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചോറ് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയിലയും പുതിനയിലേക്ക് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സമയമൊന്നും അരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കരുത്. മാക്സിമം പോയി ഒരു 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അരി വെള്ളത്തിൽ കുതിർത്തിട്ട് നിങ്ങൾ വെള്ളം പോകാൻ വേണ്ടി വെക്കണം. അങ്ങനെ വെള്ളം എല്ലാം പോയതിന് ശേഷം വേണം നമുക്ക് ഇത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് പൊട്ടിയിട്ട് ഒന്നുമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മൂടിയിട്ട് അടുപ്പിൽ നിന്ന് വിറക് മാറ്റി ആ കനലിൽ അത് സെറ്റാകട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 9 കിലോ ചിക്കനും 4 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാക്സിമം ഒരു 21 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാവുന്ന ഭക്ഷണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറാണ് കേട്ടോ. ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.